ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരുണാ കിടപ്പിലാന്ന് തോന്നപ്പോ പോയി നോക്കാം. ഇവര് നടുവേനൊന്നും മാറിയിട്ടില്ലെന്നാമോ. വൈദ്യന്റെ അടുത്ത് പോണെന്നെല്ലാം പറയുന്നേട്ട്. നീ പോയിനോ വന്നിനോ ഒന്നും അറിയില്ല. മഴയായോണ്ട് വരാനും വരിയിട്ട. കരുണാ, നീ ഇങ്ങോട്ട് ഇറങ്ങി വരുമൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഞാൻ കേറുന്നുണ്ട്. ബുദ്ധിമുട്ടാവൂലേ? എന്നാപ്പാ കാലിന് ചെറിയൊരു വേനയുള്ളൂ. നീ കടന്നിട്ടേള മോനെ. എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. നല്ലോണം പറ്റീനാ? എന്തെന്നാ പറയണ്ട്? അല്ല, നടുവേനൊന്നും പോയിട്ടില്ല. നീല നല്ല വൈദ്യന്റെ അടുത്ത് പോണെന്നെല്ലാം പറഞ്ഞിട്ടിന്. വൈദ്യരെ കാണണോ എവിടെയെല്ലാം ഉണ്ട് എന്നെല്ലാം പറയുന്നേട്ടിന്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മള് പോയിന്. ആൾക്കാരെല്ലാം പറഞ്ഞു നല്ല വൈദ്യരാണ്, അവിടെ നിങ്ങൾ കാണിച്ചു വേഗം നിങ്ങളുടെ അസുഖമെല്ലാം മാറുന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം പോയിന്. എന്തെന്നാ പറയണ്ടേ ആമിനത്ത? ഇപ്പം ഇംഗ്ലീഷ് മരുന്നും അത് ഇതെല്ലാം കുടിച്ച് സൂചിയെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെന്നാ പറയണ്ടേ? വല്ല വേറെ അസുഖമൊന്നും വരുത്തി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തടയാൻ വേണ്ടിട്ട് പോയിന്. എല്ലാരും പറയും ചെയ്തു നല്ല വൈദ്യരാണ്, നിങ്ങളുടെ അസുഖമെല്ലാം പമ്പ കിടക്കും എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയിന്. അല്ല കാരണം അതിന്റെ നടക്ക് സൂചി കുടിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾ അതിന്റെ മേലെ കയറി പിടിക്കണ്ട എന്റെ ആമിനത്ത. ഞാനങ്ങനെ രാഗത്തിന് പറയുമ്പോ അങ്ങ് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഞാൻ വെച്ചേ നടുവിന്റെ സൂക്കേട് മാറിയിട്ട് തലക്ക് കയറിപ്പോയോന്നൊരു സംശയം, അത്ര മാത്രം. ഈരുന്നല്ലേ അതേനും എന്റെ ആമിനത്ത, മൊത്തം പോയിന് എന്റെ ആമിനത്ത, ഒന്നും പറയണ്ട. മഴക്കാലായോണ്ടാ കാരണം ഇങ്ങനെ. അപ്പൊ എന്റെ വൈദ്യനും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല അല്ലേ? എന്തെന്നാ പറയണ്ടേ? ഓറെ എല്ലാ 18 അടവും എന്റെ ശരീരത്തിൽ പ്രയോഗിച്ചിന്. പക്ഷെ പറഞ്ഞെന്താ കാര്യം? എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നടുവേദന മാറാൻ കാഞ്ഞിരത്തിന്റെ ഇതില്ലേ ഇല അരച്ചിട്ട്. നിങ്ങളിത് അങ്ങനത്തെ ഒന്നും പറയല. എനിക്ക് ആ കാഞ്ഞിരെന്ന് പറയുന്ന കേൾക്കുമ്പോ തന്നെ ഒന്നും പറയണ്ട. എനിക്കിതാ കഴിച്ചിട്ടാണ് കുടിക്കാൻ കഴിയില്ല ആമിനത്ത. ഞാൻ പറയട്ട് കരണ. നിങ്ങൾ പറ. ആ കാഞ്ഞിരത്തിന്റെ ഇല നന്നായിട്ട് അരക്കുക. അതിന്റെ പരം വേപ്പിന്റെ ചപ്പ് നന്നായിട്ട് അരക്കുക. എന്നിട്ട് ഉരുളകളാക്കുക. കുഞ്ഞി കോട്ടിക്കുരു പോലെ ആക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിച്ചായില്ലേ നടുവേദന പമ്പ കിടക്കും. നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. ജീവിച്ചിരിക്കുമ്പോ അല്ലേ പോണ്ടു. ചാമ്പിന്റെ വേറെ എന്തെങ്കിലും വേണോ? ഇത് മാത്രം കുടിച്ചാ പോരെ? നല്ല ആടോ, പണ്ട് കുട്ടിയാമട്ടെ എനിക്ക് പറഞ്ഞ സൂത്ര. അല്ല ആമിനത്ത, ഈ 2 സാധനം ഈ അമ്മിയിലിട്ട് അരച്ച പിന്നെ ഈ അമ്മി എന്തിനാ കൊള്ളു? അത് കൊണ്ടിട്ട് കിണറ്റിലിടാനല്ലേ പറ്റൂ. അതിന് മിക്സിയിലിട്ട് അരച്ചോ. അമ്മിയിലിട്ട് അരക്കണ്ട. അമ്മിയിലിട്ട് അരക്കുമ്പോൾ ഈ പ്രശ്നം വരുമോ? മിക്സിയിലിട്ട് അരച്ചോ. മരുന്നെല്ലാം ഇങ്ങനെ കല്ലുമ്മിലിട്ടിട്ട് അരച്ചിട്ട് തന്നെ കുടിക്കണമെന്നുണ്ട്. അല്ല നീ അതിന് കുറച്ച് തേനും അങ്ങൂറ്റിച്ചൂട്. നല്ല ഇതായിരിക്കടാ. പിന്നെ നീ പയറ് പോലെ എണീറ്റ് അങ്ങ് മൂടും. ഞാൻ ഗ്യാരണ്ടിയാ. നിങ്ങളെ പോലത്തെ ഒരാള് ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ കിടക്കേണ്ടി വന്നത്, അറിയാം. എല്ലാം പോട്ടെ, ശരിക്കും എന്നാ പറ്റിയേ? അല്ല, നിങ്ങൾക്ക് അറിയാലോ ഈ മഴക്കാലം ഇതെല്ലാം വരുമ്പോ ഈ നടുവേന എനിക്ക് സാധാരണ വരുന്ന നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോ നമ്മൾ ചങ്ങായി പറഞ്ഞ് ഇങ്ങനെ ഒരു വൈദ്യരുണ്ടാടാ, നിങ്ങൾ പോയിട്ടൊന്ന് കാണിക്ക്, നല്ല വൈദ്യരാണ്, മാത്രമല്ല മുൻകൂട്ടി ബുക്കും ചെയ്യണം, അവിടെ ഭയങ്കര തിരക്കാവൂലും. അങ്ങനെ ഓനെല്ലാം കൂടി പറഞ്ഞിട്ട് അവിടെ ബുക്കെല്ലാം ചെയ്തിട്ട് പോയിട്ട് കാണിച്ചല്ലേ പോയി. ഞാൻ എന്നിട്ട് വൈദ്യരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നടുവേനയാന്ന് കാലുവേന